ഹലോ യെസ്, നമ്മളങ്ങനെ അടുത്ത വ്ളോഗായിട്ട് വന്നേക്കാണ്. കുറേ നാൾക്ക് ശേഷം, കുറേ നാളല്ല കുറച്ച് ദിവസത്തിന് ശേഷം ഇത് നമ്മളെ മൂന്നാമത്തെ വ്ളോഗ്. എല്ലാ ദിവസവും എടുക്കാമെന്ന് വിചാരിക്കും, പിന്നെ പകൽ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നങ്ങോട്ട് എടുത്തു. നോക്കാം. ഇന്നത്തെ പരിപാടി ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പം ഇങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയില്ല, ഇങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ നോക്കാം. ഇപ്പം ഏകദേശം ഉച്ചയായിട്ടാണ്, പള്ളിയിൽ പോണ സമയമായി. ഇന്ന് നമുക്ക് ഇന്ന് ഈ പള്ളിയിലാണ് പോണത്. കണ്ട ഈ പണിയുടെ ഇടയിൽ ഇറങ്ങിയിട്ട് പള്ളിയിൽ പോണ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ചിലപ്പോൾ വൈകുന്നേരം രാത്രി എങ്ങനെ ആയിരിക്കുള്ളൂ. എന്തായാലും ഇപ്പം നമ്മൾ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറി, അപ്പോൾ നമ്മൾ സ്ഥിരീകരിക്കാറുള്ള സ്പോട്ടൊക്കെ പോയി. ഇവിടെ ഇനി സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം. അപ്പോൾ അത് കാരണം ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. ഇനി ഇവിടുത്തെ സ്പോട്ട് കണ്ടുപിടിച്ചാലേ ഇവിടുത്തെ വൈബ് മനസ്സിലാവുള്ളൂ. ഇത് ഇവിടെ ഒരു കുഴപ്പമില്ല, ഒരു സമാധാനമുള്ള സ്ഥലമൊക്കെ തന്നെ. പക്ഷെ അവിടെ അടുത്ത് സ്പോട്ടുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു, നടന്നങ്ങോട്ട് പോയാൽ മതി. വിശ്വാസം വരുമ്പോൾ ഉള്ള സ്പോട്ട് കണ്ടുപിടിക്കുക തന്നെ വേണം. കണ്ടുപിടിക്കാം, നമ്മൾ ഏത് സിറ്റുവേഷനായാലും കണ്ടുപിടിക്കുമല്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മളെ പള്ളിയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാ വീഡിയോ. ഇന്നത്തെ വ്ളോഗിൽ എന്താണ് പറയേണ്ടതെന്ന് സ്റ്റാർട്ടിങ് എപ്പോഴും കിട്ടിയിട്ടില്ല. അതിങ്ങനെ ആലോചിച്ച് നടക്കണം. ഇപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരമായി ഈ വീഡിയോ, ഫുഡ് അടിയും പള്ളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് എടുക്കുന്നത്. ഇനി ഇത് എവിടെ നിർത്തും, എന്ത് പറയുന്നൊന്നും അറിയില്ല, അങ്ങോട്ട് എടുക്കുക തന്നെ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സൂപ്പർ വ്ളോഗായിട്ട് വരാമെന്ന് വെച്ചാൽ, പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പണിയിൽ പോയി. അത് ആണെങ്കിൽ വീഡിയോ എടുത്തിട്ടാൽ മതിയായിരുന്നു, പക്ഷെ അതിങ്ങനെ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. രാത്രി 2 മണിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പരിപാടി, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവം നടക്കുമ്പോൾ, നമുക്കൊന്നും പ്ലാൻഡ് അല്ലാത്ത സംഭവം നടക്കുമ്പോൾ പിന്നെ എങ്ങനെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ, വീണ്ടും എടുക്കുക തന്നെ ചെയ്യണ്ടേ. പിന്നെ എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ സുഖമെന്ന് വിചാരിക്കണം. ആര് കാണാം അല്ലേ. പക്ഷെ മറ്റേ വീഡിയോ 20 പേരെ കണ്ടിട്ടാ, അതിൽ 2-3 പേര് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ബാക്കി അറിയാത്തവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ അതിലേക്ക് കാണും. പിന്നെ വീഡിയോ ഇങ്ങനെ വരും, ആരെങ്കിലും വന്ന് അലമ്പ് പറയണവരെയും വരും, അലമ്പ് പറഞ്ഞാലും വരും. ഇതാണല്ലോ നമ്മളെ സംഭവം. എന്ത് വന്നാലും കുഴപ്പമില്ലല്ലോ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. പറഞ്ഞു ഇവിടെ ഫുഡ് അടിക്കണേ. പൂച്ചക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ പാർക്കിലും സൈഡിലൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആൾക്കാർ വന്നിട്ട് പൂച്ചക്ക് ഇങ്ങനെ കുറേ ഫുഡ് ഇട്ടിട്ട് പോകും. പൂച്ചകളൊക്കെ നല്ല കുട്ടപ്പനായിരിക്കുന്നതാണ് ഇവിടെ എല്ലാ പൂച്ചകളും. ഇപ്പം എന്തായാലും കുറച്ച് നേരം കൂടി ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങനെ ചില്ലും കൂട്ടി ഇടുന്ന പനെടുക്കാൻ എനിക്ക് പറ്റൂല കേട്ടാ. ഞാൻ ചാടും, എത്രയും പെട്ടെന്ന് ചാടും. അലമ്പാണ് ഈ പരിപാടി. ജോലി എടുക്കാന്ന് പറഞ്ഞ കേട്ടോ, ആരും ജോലിക്ക് പോകരുത്. എല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയാൽ മതി. പഠിപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്നുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പണ്ടേ. ഞാനൊക്കെ തെറ്റാർന്നത് തെറ്റായിപ്പോയി. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ ഇനി ഇവിടെ നിന്ന് ചാടണം. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല ചാടിയാൽ, പക്ഷേ ചാടിയിട്ട് ഇനി 0ക്ക് പോകണ്ടേ എന്നുള്ള സാധനം വരുമ്പോൾ അത് സീനില്ല. 0 തുടങ്ങണം, പിന്നെ ചാടും. പക്ഷെ അങ്ങനെ ചാടാനും പുതിയ തുടങ്ങാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നല്ല കേട്ടോ. പുറത്തെവിടെയും ഒറ്റക്ക് പോയി പണിയെടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും നടക്കാണ്ട് എതിര് ഭയങ്കര ബാഡായിട്ട് നടന്ന് അപ്പോൾ നമുക്കൊരു സാധനം കിട്ടും. എന്തൊന്നാലും എന്താണ്, നമുക്കൊന്നുമില്ല. അങ്ങനെ ആ ഒരു ധൈര്യം, ആ ഹിമ്മത്ത് അങ്ങോട്ട് കയറും. പിന്നെ പൊന്നിപ്പൊളിയാണ്. കുറേ നാളങ്ങനെ ഷോക്ക് അടിച്ച് നടക്കേണ്ടി വരും. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കില്ല, എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും നടക്കില്ല, അതിന് നേരെ എതിരായിട്ട് നടക്കും. അപ്പോൾ നമ്മളതിൻ്റെ എന്തായാലും വിചാരിച്ച പോലെ നടക്കണില്ല. അപ്പോൾ എന്ത് വന്നാലും അങ്ങോട്ട് നേരിടാനുള്ള ഒരു ഇത് കയറും.
അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. എനിക്ക് ഏകദേശം അത് ഇപ്പോൾ കിട്ടി നിൽക്കണതാണ്. പക്ഷെ ഇടക്കിട്ടത് പാളി പോവും. എന്തൊക്കെയാണോ പറയണത്, ഞാൻ എന്നോട് തന്നെയാണ് പറയേണ്ടത്. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് എന്നോട് തന്നെ എല്ലാം പറയാനുള്ളത് ഞാൻ തന്നെ എന്നോട് പറയണം. പറഞ്ഞ പോലെ തന്നെ രാത്രിയായി സുഹൃത്തുക്കളെ. ഞാനേ ഇവിടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, മക്ക മാർക്കറ്റ് ഈ സ്ഥലത്ത് ഞാൻ പറയാലേ, ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നോക്കിയപ്പോൾ കൊള്ളാട്ടാ. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചിപ്സ് എല്ലാം മേടിച്ചിട്ട് അങ്ങോട്ട് പോവാ. മൂടാവും. എപ്പോഴും പേടിക്കണ കാണിച്ചു തരാം. പോപ്കോണാണ് ഞാൻ നോക്കണത്. സാധനം ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ഒമാൻ ചിപ്സ് വേണമെങ്കിൽ ഒമാൻ ചിപ്സും കാണില്ല. വലിയ പാക്കറ്റ് മാത്രമേ ഉള്ളൂ. ചെറിയ പാക്കറ്റ് മതി. ഇപ്പോൾ ഏത് മേടിക്കും? അത്രയൊക്കെ ഡൗട്ട് വരുമ്പോൾ പ്രശ്നം. പോപ്കോൺ കിട്ടിയില്ല. ഇതന്നെ അങ്ങോട്ട് വാങ്ങി. പോപ്കോൺ ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഉണ്ടാ പുറത്ത് പോകാൻ ചൂടുള്ള വെക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ വെക്കാത്തത്. എന്തായാലും സാധനം നാട്ടിലെ ചോപ്ലേസിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചൊരു ചോക്ലേറ്റ്സിൻ്റെ ടേസ്റ്റ്. വെള്ളി അന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പകൽ വെളിച്ചെത്തി എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് പകൽ വെളിച്ചെത്തി എടുത്തില്ല. വ്ളോഗ് എടുത്തിട്ട് പകൽ വെളിച്ചെത്തി എടുത്തിട്ടില്ല. അടുത്ത വീഡിയോ ഫുൾ പകൽ വെളിച്ചം ഉടനെ തന്നെ വരും. നിർത്താൻ പ്ലാനില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം.